ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കാം. ഒരു നാടൻ ചിക്കൻ കറി. അതിനായിട്ട് ഒരു 2 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, പച്ചമുളക്, ഒരു 3 ചെറിയ തക്കാളി, കുറച്ച് മല്ലിച്ചപ്പ്, ഏലക്ക, പട്ട, ഗ്രാമ്പു, പിന്നെ ചിക്കൻ ഇത്തിരി മുളകും മഞ്ഞളും ഉപ്പും തേച്ച് വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂറായി. നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 2-3 സ്പൂൺ അത്രയും ഉണ്ട്. ഇനി ഏലക്ക, പട്ട, ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. ഞാൻ എൻ്റേതായ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഈ പൊട്ടി വരട്ടെ. 3 പച്ചമുളകാണ് എടുത്തത്, അതിട്ട് കൊടുക്കാം. ഈ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, ചതച്ചത്. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുമ്പോൾ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വേഗം വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലേശം ഉപ്പിട്ട് കൊടുക്കാം. ചിക്കനിൽ നമ്മൾ ഉപ്പിട്ട് പെരക്കി വെച്ചതാണ്. ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി വാടുമ്പോൾ ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇങ്ങനെ വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം അടച്ച് വെച്ചാൽ വേഗം വാടിക്കിട്ടും. സമയം തക്കാളി ഒന്ന് വാടി വരയ്ക്കാം, അടച്ച് വെക്കാം. ഇനി പറയട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1.5 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 സ്പൂണ് ചിക്കൻ മസാല, ഒരു 1/2 സ്പൂണ് ഗരം മസാല, 1 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ 2 പ്രാവശ്യം ഇളക്കിയില്ല. ലെങ്ത്ത് കൂടി പോകുന്നത് കൊണ്ട് കാണിക്കില്ല. 2 പ്രാവശ്യം ഇളക്കി വെച്ചത്. അപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഈ പൊടികളെല്ലാം ഇതിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞങ്ങളെ ഭാഷ ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഇടയ്ക്ക് എന്നോട് അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഭാഷയിൽ തന്നെ പറയാം. ഇഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കണേ, കമൻറ്റും ഷെയറും തന്നെ ഞങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കണം. ചിക്കൻ വേകാനുള്ള വെള്ളം മതി. ഇളക്കി നല്ലോണം മൂടി വെച്ച് കുറച്ച് സമയം വേവട്ടെ. എന്നിട്ട് കാണാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഞാനെങ്കിൽ ഉപ്പെല്ലാം ഒന്ന് നോക്കാതെ വേവാനുണ്ട്. വേവട്ടെ. ഇനി പിന്നെ ഞാൻ ചോറിന് കൂട്ടാനല്ലേ ചിക്കൻ കറി വെക്കുന്നത്.
എനിക്ക് ചോറിൻ്റെ കൂടെ ചിക്കൻ കറി അത്ര ഇഷ്ടമല്ല. അപ്പം ഞാൻ എന്താക്കി കുറച്ച് ചമ്മന്തി ആക്കി തേങ്ങയെല്ലാം ചൂടാക്കിയിട്ട് ഇതിൻ്റെ ഫുൾ വീഡിയോ ഒരു ദിവസം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ വേറെ തന്നെ ദിവസം ഇടുക. ഇന്ന് ഞാൻ പെട്ടെന്ന് എനിക്ക് ഒരു പണിക്ക് പോകാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒന്ന് വേഗം ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ റെസിപ്പി നമുക്ക് പിന്നെ ഒരു ദിവസം ഞാൻ ഇട്ടുതരും. പറയട്ടെ. പിന്നെ എന്നോട് മറന്നു പോയതാണ്, നമ്മൾ ഈ ചിക്കൻ കറി വെക്കുന്നത് തേങ്ങ വറുത്തരച്ചിട്ടാണ്. ആ തേങ്ങ പിന്നെ ഏലക്കായും ഗ്രാമ്പും വെളുത്തുള്ളിയും പട്ടയും എല്ലാം കൂടി ഇട്ട് തേങ്ങ വറുത്തരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ വന്നാൽ ഇത് കലക്കി നമുക്ക് ചിക്കൻ കറിയായിട്ട് കാണാം. കേട്ടോ, നമ്മൾ ചിക്കനൊക്കെ ഏകദേശം വെന്തിട്ടിട്ട് നമുക്ക് വറുത്ത തേങ്ങ കലക്കി കൊടുക്കാം. വറുത്തരച്ച് വെച്ചതാണ്, കലക്കി കൊടുക്കാം. ചോറ് വെക്കാം. ഞാൻ ചോറിന് വേണ്ടിയിട്ടാണ് ഇതാക്കുന്നത്. അപ്പോൾ കുറച്ച് കറിയായിട്ട് തന്നെ നമുക്ക് വെക്കാം. ഇത്തിരി ഉപ്പ് കുറവുണ്ട്, നമുക്ക് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മളെ കറിയെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. പാകത്തിന് നമ്മുടെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. കൂട്ടുകാരെ പറയട്ടെ. അപ്പോൾ കൂട്ടുകാരെ, നമ്മളെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങളെ ചിക്കൻ കറിയും ഞങ്ങളെ പാചകവും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും തന്ന് ഞങ്ങളെ സഹായിക്കണം. ഓക്കെ, ബൈ. സബ്സ്ക്രൈബ് ചെയ്യണേ പറയേ, നാണല്ല പറയേ, സബ്സ്ക്രൈബ് ചെയ്യണേ പറയേ, മണിച്ചല്ല സബ്സ്ക്രൈബ് ചെയ്യണേ പറ.